Hey friends, welcome back to English Ladder. നമ്മൾ എപ്പോഴും ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ഓർക്കാറുണ്ടല്ലേ, നമ്മൾ ഇപ്പോൾ പറഞ്ഞ കാര്യം കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് എങ്ങനെ പറയാൻ പറ്റും, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് പറയാൻ പറ്റും എന്നല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വേറൊന്നുമല്ല, നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന കുറച്ച് സെൻറ്റൻസസ്. ഇത് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ട് വ്യത്യസ്തമായിട്ടുള്ള രീതികളിൽ നമ്മളൊക്കെ എങ്ങനെ പറയാൻ പറ്റും എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ദ വീഡിയോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സെൻറ്റൻസ് എന്ന് പറയുന്നത് ലെറ്റ്സ് മീറ്റ് ടുഡേ. നമ്മൾ ആരെങ്കിലും കാണാൻ പ്ലാൻ ഉണ്ടെന്നാണെങ്കിൽ, അല്ലെങ്കിൽ ആരെങ്കിലും കാണുമെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ അവരുടെ അടുത്ത് പറയും, എന്നാൽ ഇന്ന് നമുക്ക് കണ്ടാലോ, ഇന്ന് നമുക്കൊന്ന് മീറ്റ് ചെയ്താലോ എന്ന് ചോദിക്കുമ്പോഴാണല്ലേ നമ്മൾ ഈ സെൻറ്റൻസ് കൂടുതൽ യൂസ് ചെയ്യാറുള്ളത്, ലെറ്റ്സ് മീറ്റ് ടുഡേ. അപ്പോൾ ഇത് വേറൊരു രീതിയിൽ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ലെറ്റ്സ് ക്യാച്ചപ്പ് ടുഡേ. ലെറ്റ്സ് ക്യാച്ചപ്പ് ടുഡേ. ഈ ക്യാച്ചപ്പ് എന്നുള്ള വേർഡാണ് നമ്മളവിടെ റീപ്ലേസ് ചെയ്തിരിക്കുന്നത് മീറ്റിന് പകരം. സോ ഇനി നിങ്ങൾ പറയുമ്പോൾ ലെറ്റ്സ് മീറ്റ് എന്ന് പറയുന്നതിന് പകരം ലെറ്റ്സ് ക്യാച്ചപ്പ് എന്നുള്ളത് യൂസ് ചെയ്യുക. സെക്കൻഡ് വൺ, ഉറങ്ങിപ്പോയി എന്ന് നമ്മൾ എങ്ങനെയാണ് പറയാറുള്ളത്? അയ്യോ ഞാൻ ഉറങ്ങിപ്പോയിട്ടോ. അപ്പോൾ നമ്മൾ പറയും സോറി ഐ ഫെൽ അസ്ലീപ്പ് എന്ന് പറയും അല്ലേ, ഉറങ്ങിപ്പോയി. ഈ ഫെൽ അസ്ലീപ്പ് എന്നുള്ളത് വേറെ രീതിയിൽ നമുക്ക് എങ്ങനെയാണ് പറയാൻ പറ്റുക? ഐ നോഡഡ് ഓഫ്. ഐ നോഡഡ് ഓഫ്. അപ്പം ഇനി ഫെൽ അസ്ലീപ്പ് എന്ന് പറയുന്നതിന് പകരം നോഡഡ് ഓഫ് എന്നുള്ളത് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, നമ്മൾ ചിലപ്പോൾ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പോയിട്ട് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ട് പറയുമല്ലേ, നീ ഇത് ആരുടെ അടുത്തും പറയരുത്, സീക്രട്ട് ആയിട്ട് വെച്ചോ എന്ന് പറയും. അപ്പോൾ നമ്മൾ അതിനെങ്ങനെയായിരിക്കും നമ്മൾ പറയുക? പ്ലീസ് കീപ്പ് ഇറ്റ് എ സീക്രട്ട്. ദൈവത്തെ ഓർത്ത് ആരുടെ അടുത്തും പറയരുത്, സീക്രട്ട് ആയിട്ട് വെക്കണം എന്ന് പറയും. പ്ലീസ് കീപ്പ് ഇറ്റ് എ സീക്രട്ട് എന്നാണ് നമ്മൾ പറയാറുള്ളത്. ഈ കീപ്പ് ഇറ്റ് എ സീക്രട്ട് മാറ്റി പിടിച്ചിട്ട് നമുക്ക് പുതിയതായിട്ട് എന്ത് പറയാൻ പറ്റും? കീപ്പ് ഇറ്റ് അണ്ടർ റാപ്സ്. കീപ്പ് ഇറ്റ് അണ്ടർ റാപ്സ്. ഓക്കെ, നമ്മളുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പിൻ്റെ ഇടയിൽ തന്നെ സെയിം മെൻറ്റാലിറ്റി ഉള്ള ആൾക്കാരുണ്ടാവും അല്ലേ, അതായത് നമ്മൾ ചിന്തിക്കുന്ന പോലെ അല്ലെങ്കിൽ നമ്മുടെ ചിന്താഗതികൾ പോലെ തന്നെയായിരിക്കും അവരുടെ പേഴ്സ്പെക്റ്റീവ് എന്ന് പറയുന്നതും. അപ്പോൾ ചിലപ്പോൾ ചില അഭിപ്രായങ്ങൾ പറയുമ്പോൾ സെയിം ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയായിരിക്കും അവർ പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് പറയും? വി ഹാവ് ദ സെയിം മെൻറ്റാലിറ്റി, അല്ലെങ്കിൽ വി അണ്ടർസ്റ്റാൻഡ് ഈച്ച് അതർ. ഇങ്ങനെയൊക്കെ പറയുന്നതിന് പകരം നമുക്ക് സിമ്പിളായിട്ടും എന്നാൽ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? വി ആർ ഓൺ ദ സെയിം പേജ്. വി ആർ ഓൺ ദ സെയിം പേജ്. അതായത് എന്തെങ്കിലും ഒരു കാര്യത്തെ പറ്റി ഡിസ്കസ് ചെയ്യുമ്പോൾ അതിൽ സെയിം ഒപ്പീനിയൻ അല്ലെങ്കിൽ സെയിം ഒരു മെൻറ്റാലിറ്റി അണ്ടർസ്റ്റാൻഡിങ് വരുമ്പോഴാണ് നമ്മൾ ഈ സെൻറ്റൻസ് യൂസ് ചെയ്യുന്നത്. വി ആർ ഓൺ ദി സെയിം പേജ്. നമ്മുടെ നെക്സ്റ്റ് സെൻറ്റൻസ് എന്ന് പറയുന്നത് someone is doing something secretly. നമ്മുടെ ഫ്രണ്ട്സ് ആവാം, നമ്മുടെ ഫാമിലിയിലുള്ള ആരെങ്കിലും ആവാം, അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള ആരെങ്കിലും ആവാം. അവരെന്തെങ്കിലും കാര്യം നമ്മളറിയാതെ എന്തോ സൈഡായിട്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ നമുക്കറിയില്ല അവരെന്താ ചെയ്യുന്നതെന്ന്. അപ്പോൾ നമ്മൾ പറയും ദേ ആർ പ്ലാനിങ് സംതിങ്, അല്ലെങ്കിൽ ദേ ആർ ഡൂയിങ് സംതിങ് സീക്രറ്റ്ലി എന്ന് പറയുമല്ലേ. ഇതിന് പകരം നമുക്ക് പറയാം ദേ ആർ അപ്പ് ടു സംതിങ്, അല്ലെങ്കിൽ ഹീ ഈസ് അപ്പ് ടു സംതിങ്, ഷീ ഈസ് അപ്പ് ടു സംതിങ്. പക്ഷെ നമുക്ക് അറിയില്ല എന്താ സംഭവം എന്നുള്ളത്. അപ്പോൾ സീക്രട്ട് ആയിട്ട് നമ്മൾ അറിയാതെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുകയാണെന്നാണെങ്കിൽ യു ക്യാൻ സേ ഇറ്റ് ലൈക്ക് ദിസ്, ദേ ആർ അപ്പ് ടു സംതിങ്. നമ്മുടെ ലൈഫിൽ ചില ദിവസങ്ങൾ ഉണ്ടാവുമല്ലോ, അതായത് ടെൻഷൻ അടിച്ച്, ചിലപ്പോൾ എന്തിനാ ടെൻഷൻ അടിക്കണമെന്ന് പോലും നമുക്ക് അറിയാൻ പറ്റില്ല. ടെൻഷൻ അടിച്ച് ഭയങ്കര ഇറിറ്റേറ്റഡ് ആയി, ഭയങ്കര ആൻഷ്യസ് ആയി, എന്ത് ചെയ്യണമെന്ന് അറിയാതെ വെറുതെ നമ്മൾ തേരാപ്പാര അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കും. ചിലപ്പോൾ വഴിയിൽ നമ്മളോട് സംസാരിക്കാൻ വന്നവരോട് പോലും നമ്മൾ ആ ടെൻഷൻ കാണിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് പറ്റി, ആർ യു ഓക്കെ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് പറയും? ഐ എം റിയലി ടെൻസ്ഡ് അബൌട്ട് സംതിങ്, അല്ലെങ്കിൽ ഐ എം ഫീലിംഗ് വെരി ആൻഷ്യസ് അബൌട്ട് സംതിങ് എന്നൊക്കെ പറയുമല്ലേ. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഒറ്റ വരിയിൽ പറഞ്ഞൊപ്പിക്കാമെന്നാണെങ്കിൽ ഐ എം ഓൺ എഡ്ജ് എന്ന് പറയാം. ഐ എം ഓൺ എഡ്ജ്. ഓക്കെ, EDGE, ഐ എം ഓൺ എഡ്ജ്. അപ്പോൾ ഞാൻ ആൻഷ്യസ് ആണ്, ഞാൻ വറീഡ് ആണ്, ടെൻസ്ഡ് ആണ്, ഇതെല്ലാം പറയുന്നതിന് പകരം ഐ എം ഓൺ എഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കേൾക്കുന്ന ആൾക്ക് കാര്യം എന്താണെന്ന് പിടികിട്ടും. നമ്മുടെ നെക്സ്റ്റ് സെൻറ്റൻസ് എന്ന് പറയുന്നത് ഐ വിൽ ടേക്ക് കെയർ ഓഫ് ഇറ്റ്. എപ്പോഴാണ് നമ്മളിത് പറയുക? എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ പറയുകയാണോ, ഇങ്ങനൊരു പ്രശ്നം ഉണ്ടല്ലോ, ഇങ്ങനൊരു കാര്യം ഉണ്ടല്ലോ, ഇങ്ങനൊരു കാര്യം ചെയ്യണമല്ലോ. അപ്പോൾ ആരെങ്കിലും വന്നിട്ട് പറയും ഞാൻ ചെയ്തോളാം, അതെനിക്ക് വിട്ടേക്ക്, അത് ഞാൻ ഡീൽ ചെയ്തോളാം എന്ന് പറയല്ലേ. നമ്മൾ എങ്ങനെയാണ് അത് പറയുക? ഐ വിൽ ടേക്ക് കെയർ ഓഫ് ഇറ്റ്, ജസ്റ്റ് ലീവ് ഇറ്റ്, ഐ വിൽ ടേക്ക് കെയർ ഓഫ് ഇറ്റ് എന്ന് പറയല്ലേ. ഇത് നമുക്ക് വേറെ രീതിയിൽ എങ്ങനെ പറയാം? സിമ്പിളായിട്ട് നമുക്ക് വേണമെങ്കിൽ ഐ എം ഓൺ ഇറ്റ് എന്ന് പറയാം. ഐ എം ഓൺ ഇറ്റ്. നമ്മൾ ഈ ചെറിയ പിള്ളേരുടെ അടുത്തൊക്കെ എന്തെങ്കിലും തൊടരുതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് തൊടാൻ ഭയങ്കര ഒരു എന്താ പറയുക, ത്വരയായിരിക്കും അല്ലേ. എന്തെങ്കിലും ചെയ്യരുതെന്ന് പറഞ്ഞാൽ ചെയ്യാനാണല്ലോ അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും താല്പര്യം. അപ്പോൾ ഈ തൊടരുത് അല്ലെങ്കിൽ അതിൽ കൈ വെക്കരുത് എന്നാണെങ്കിൽ നമ്മൾ എങ്ങനെയാ പറയാ? ഡോണ്ട് ടച്ച് എന്നാണല്ലേ പറയാ. ഇത് നമുക്ക് വേറെ രീതിയിൽ എങ്ങനെ പറയാം? ഹാൻഡ്സ് ഓഫ്. ഹാൻഡ്സ് ഓഫ്, അതായത് തൊടരുത് എന്നുള്ള സെയിം മീനിങ് തന്നെയാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഡോണ്ട് ടച്ച് എന്ന് പറയുന്നതിന് പകരം
ഹാൻഡ്സ് ഓഫ് എന്ന് പറയാം. നമ്മുടെ അടുത്ത സെന്റൻസ് ആണ് ഇറ്റ് ഡസൻറ്റ് ബോദർ മീ എനിമോർ. അതായത് നമ്മൾ ടെൻഷൻ അടിച്ചിരുന്നുകൊണ്ടിരുന്ന എന്തെങ്കിലും കാര്യം, അല്ലെങ്കിൽ നമ്മളെ വല്ലാണ്ട് ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടിരുന്ന, നമ്മൾക്ക് ഒരു മോശം ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്ന എന്തെങ്കിലും ഒരു കാര്യത്തെ പറ്റി പറയുമ്പോൾ നമ്മൾ അതിനെ മറികടന്നു, അല്ലെങ്കിൽ അത് നമ്മൾ ഒരു രീതിയിലും ഇപ്പോൾ ബാധിക്കുന്നില്ല. ചിലപ്പോൾ ചില റിലേഷൻഷിപ്സ് ആവാം, അല്ലെങ്കിൽ വേറെ എന്ത് വേണേലും ആവാം അല്ലേ. അപ്പോൾ അത് നമ്മളെ ഒരു രീതിയിലും ഇനി ബാധിക്കുന്നില്ല എന്നുള്ള പറയുമ്പോൾ നമ്മൾ എന്താ പറയാ? ഇറ്റ് ഡസൻറ്റ് ബോദർ മീ എനിമോർ എന്ന് പറയും അല്ലേ. ഇറ്റ് ഡസൻറ്റ് അഫക്റ്റ് മീ, അല്ലെങ്കിൽ ഇറ്റ് ഡസൻറ്റ് ബോദർ മീ എനിമോർ എന്ന് പറയും. അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്ന സിമ്പിളായിട്ട് നമുക്ക് പറയാം ഐ എം ഓവർ ഇറ്റ്. ഐ എം ഓവർ ഇറ്റ്. നമ്മളിപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഒക്കെ വരുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് എങ്ങനെ അഡ്മിറ്റ് ചെയ്യുക? സോറി ഐ മെയ്ഡ് എ മിസ്റ്റേക്ക് എന്ന് നമ്മൾ പറയുമല്ലേ. നമുക്കിത് വേറെ രീതിയിൽ എങ്ങനെ പറയാം? സോറി ഐ മെയ്ഡ് എ മിസ്റ്റേക്ക് എന്ന് പറയുന്നതിന് പകരം നമുക്ക് സോറി ഐ സ്ക്രൂഡ് അപ്പ് എന്ന് പറയാം. ഐ സ്ക്രൂഡ് അപ്പ്. അപ്പം നമ്മുടെ ലാസ്റ്റ് സെൻറ്റൻസ് ആണ് ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ്. നമുക്ക് എന്തെങ്കിലും താല്പര്യമില്ലാത്ത കാര്യമാണെങ്കിൽ നമ്മൾ ഇതാണല്ലേ ആദ്യം പറയുന്നത്, ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ഇറ്റ്, ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് ടു ഡു ഇറ്റ് എന്നൊക്കെ പറയും. ഓക്കെ, അപ്പോൾ ഈ ഇൻട്രസ്റ്റഡ് അല്ല എന്ന് കാണിക്കാനായിട്ട് നമുക്ക് വേറൊരു രീതിയിൽ പറയാവുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് മൈ തിങ്. അതെനിക്ക് പറഞ്ഞിട്ടുള്ള കാര്യമല്ല, അല്ലെങ്കിൽ എനിക്കതിൽ താല്പര്യമില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു സെൻറ്റൻസും യൂസ് ചെയ്യുന്നത്. ഇറ്റ്സ് നോട്ട് മൈ തിങ്. അപ്പോൾ ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് എന്ന് പറയുന്നതിന് പകരം ഇറ്റ്സ് നോട്ട് മൈ തിങ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കിയത് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന 11 സെൻറ്റൻസസ് ആണ്. ഈ സെൻറ്റൻസസ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതിന് പകരം എങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇനി നിങ്ങളുടെ കോൺവെർസേഷനിലും നിങ്ങൾ ഈ പുതിയ പുതിയ സെൻറ്റൻസസ് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഓക്കെ, സോ ഐ വിൽ സീ യു ഇൻ അനദർ വീഡിയോ. ബൈ.